സമാനതകളില്ലാത്ത കാരുണ്യ പ്രവർത്തനമാണ് നായ്മാർമൂല മേഖല യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീടില്ലാത്ത പാവങ്ങൾക്ക് മുന്നിൽ കാരുണ്യത്തിന്റെ മേൽക്കൂരയൊരുക്കുന്ന ബൈത്തുറഹ്മ പദ്ധതിയിലൂടെ പുതിയ ചരിതമെഴുതുകയാണ് നായ്മാർമൂലക്കാർ. ചാലക്കുന്നിലെ 1 ഏക്കർ സ്ഥലത്ത് 16 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിക്കുന്നത്. കാസർകോട്ടെ ഡോക്ടർ ഷംനാട് സൗജന്യമായി നൽകിയ 1 ഏക്കർ സ്ഥലത്താണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഈ വീടുകളിൽ 2 എണ്ണം പണി പൂർത്തിയായി താമസം തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ താക്കോൽദാനം വർണ്ണാഭമായ ചടങ്ങിൽ നടന്നു. സയ്യിദ് സൈനുലാബിദ്ദീൻ തങ്ങൾ അൽബുഗാരി കുന്നുങ്കയാണ് താക്കോൽദാനം നിർവഹിച്ചത്. ഏറ്റവും വലിയ ഒരു പദ്ധതിക്കാണ് ബഹുമാന്യരായ നമ്മുടെ നേതാക്കൾ നായ്മാർമൂല ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലൂടെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ 2 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ താക്കോൽദാന കർമ്മം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സയ്യിദ് സൈനുലാബിദ്ദീൻ തങ്ങൾ ആ താക്കോൽദാന കർമ്മം നിർവഹിക്കുന്നു. ഷിഹാബ് തങ്ങൾ ഗ്രാമമെന്ന് നാമകരണം ചെയ്തിട്ടുള്ളതിൽ 16 വീടുകളാണ് നിർമ്മിക്കുന്നത്. 700 മുതൽ 1000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട്, 2 കിടപ്പുമുറികളും അടുക്കളയും ഹാളും അടങ്ങുന്ന വീടിന് 6 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. വീട് നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്ന് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഖാദർ പാലോത്ത് പറഞ്ഞു. വീടിനോടൊപ്പം ഷിഹാബ് തങ്ങൾ കുടിവെള്ള പദ്ധതിയും ഒരുക്കുന്നുണ്ട്. ഇത് ഷിഹാബ് തങ്ങൾ ഗ്രാമ പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിക്കാൻ പോകുന്നത്. ഏകദേശം 3 വീടിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഒരു 3ഓളം വീടിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം നടന്നിട്ടുണ്ട്. ബാക്കിയുള്ള വീടുകളും മൊത്തം ഒരു 14ഓളം വീടാണ് ഈ പ്രദേശത്ത് വരാൻ പോകുന്നത്. അപ്പോൾ അതോടനുബന്ധിച്ച് ഷിഹാബ് തങ്ങൾ കുടിവെള്ള പദ്ധതിയും പിന്നെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ മൊത്തം വൈദ്യുതി പദ്ധതിയുമാണ് ഇവിടെ വരാൻ പോകുന്നത്. തികച്ചും വനമേഖലയായിരുന്ന ചാലക്കുന്ന് ഇനി കനിവിന്റെ സമാനതകളില്ലാത്ത അടയാളമായി മാറും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.